അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഇന്ന് മുഅ്മിനീങ്ങളായ ആളുകൾക്കൊക്കെ വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ചെറിയ പെരുന്നാൾ ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഇന്നത്തെ ദിവസം എല്ലാവരും തിരക്കിലായിരിക്കും. എന്നാലും ഞാൻ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ കുറച്ച് സമയം മാറ്റിവെക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് സങ്കടവും വിഷമവും വരുന്ന ദിവസങ്ങളിൽ മാത്രമല്ലല്ലോ നമ്മൾ അള്ളാഹുവിനെ ഓർക്കേണ്ടത്. നമുക്ക് സന്തോഷത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ദിവസങ്ങളിലും അള്ളാഹുവിനെ നമ്മൾ എപ്പോഴും ഓർക്കണം. ഇന്ന് എല്ലാവരും നല്ല സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ്. സന്തോഷിക്കണം, അൽഹംദുലില്ലാ. അത് തന്നെയാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ ആ സന്തോഷത്തിൽ അള്ളാഹുവിനെ മറക്കരുത്, പരിശുദ്ധ ഇസ്ലാം മറക്കരുത്. ഇതൊക്കെയും മറന്ന് ഇന്നത്തെ ഈ പെരുന്നാളിൻ്റെ ആഘോഷത്തിൽ കുടുംബത്തോടൊപ്പം കൂട്ടുകാരോടൊപ്പം പാർക്കിലും മറ്റ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ പോയി നിങ്ങൾ ഒരിക്കലും ഫർള് നിസ്കാരം നിങ്ങൾ ഒരിക്കലും കളാ ആക്കരുത്. മാത്രമല്ല, പെരുന്നാൾ ദിവസമല്ലേ, ഇന്ന് സിനിമ കാണാമല്ലോ എന്നൊക്കെ ഓർത്ത് നിങ്ങൾ ഒരിക്കലും തിയേറ്ററിലൊന്നും പോയി സിനിമ കാണരുത്. കാരണം അങ്ങനെ നമ്മൾ സിനിമ കണ്ടാൽ അള്ളാഹുവിനെ മറന്ന്, പരിശുദ്ധ ഇസ്ലാം മറന്ന് നമ്മൾ ഇത്തരത്തിൽ ഹറാമ് ചെയ്താൽ നമ്മൾ പരിശുദ്ധമായ റമദാൻ മാസം എടുത്ത എല്ലാ സൽക്കർമ്മങ്ങളും അതിൻ്റെ പ്രതിഫലമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ നോമ്പ് അനുഷ്ഠിച്ചവരാണ്, നിസ്കരിച്ചവരാണ്, ഒരുപാട് ദിക്റുകൾ ചൊല്ലിയവരാണ്, സ്വലാത്ത് ചൊല്ലിയവരാണ്, ഖത്മുൽ ഖുർആൻ പാരായണം ചെയ്തവരാണ്, സ്വതക്ക കൊടുത്തവരാണ്, സഹായിച്ചവരാണ്. ഇതൊക്കെയും നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്തവരാണ്. എന്നാൽ അതൊക്കെയും നമുക്ക് നഷ്ടപ്പെടാൻ സെക്കൻഡുകൾ സമയം മാത്രം മതി. അതുകൊണ്ട് ഈ പരിശുദ്ധമായ പെരുന്നാൾ ദിവസം നമ്മൾ ആഘോഷിക്കണം. അത് ഇസ്ലാമിൻ്റെ മാർഗത്തിലൂടെ നമ്മൾ ആഘോഷിക്കുക എന്ന് ഞാൻ ഈ സമയത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, എത്ര ആളുകൾക്കറിയാം ഈ പരിശുദ്ധമായ പെരുന്നാൾ ദിവസം, പെരുന്നാൾ രാത്രി, പെരുന്നാൾ രാവിലൊക്കെ ദുആക്ക് ഇജാബത്തുണ്ട് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല ദുആക്ക് ഇജാബത്ത് നൽകിയ ഒരു ദിവസമാണ്, രാവാണ് പെരുന്നാൾ ദിവസം. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, 5 രാവുകളിൽ 5 ദിവസങ്ങളിൽ ദുആ അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കപ്പെടും. അതിൽ ഒന്നാമത്തേത് വെള്ളിയാഴ്ച രാവ്, 2 വലിയ പെരുന്നാൾ രാവ്, വലിയ പെരുന്നാൾ ദിവസം, അതുപോലെ ചെറിയ പെരുന്നാൾ രാവ്, ചെറിയ പെരുന്നാൾ ദിവസം, 4 റജബ് ആദ്യ രാവ്, ശഅബാൻ പകുതിയുടെ രാവ്. ഈ ദിവസങ്ങളിൽ, ഈ രാവുകളിലൊക്കെ ദുആക്ക് പ്രത്യേകം ഇജാബത്തുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഈ പെരുന്നാൾ ദിവസം ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കും. മാത്രമല്ല, നിങ്ങൾ ഈ ദിക്ർ ചൊല്ലുന്നത് കൊണ്ട് നിങ്ങൾക്ക് കോടാനക്കോടി പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകും. അതോടൊപ്പം നിങ്ങൾ ഈ ദിക്ർ, ഈ പരിശുദ്ധമായ പെരുന്നാൾ ദിവസം ചൊല്ലുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഖബറിൽ വലിയ രക്ഷ ലഭിക്കും. മാത്രമല്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ഈ പെരുന്നാൾ രാത്രിയുണ്ടല്ലോ, നിങ്ങൾ ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കണം. നിങ്ങൾ ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ മുറാദുകൾ പറയുക, നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയുക, പ്രയാസങ്ങൾ പറയുക. ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ദുആ സ്വീകരിക്കും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് പെരുന്നാൾ ദിവസം ശൈത്താൻ ഓടി നടക്കുന്ന ദിവസമാണ്. എന്തിനാണ്? നമ്മെ പിഴപ്പിക്കാൻ, നമ്മെ ഹറാമ് ചെയ്യിപ്പിക്കാൻ, നമ്മെ തെറ്റിലേക്ക് കൊണ്ടുപോകാൻ. വിശുദ്ധമായ റമദാനിൽ 30 ദിവസം നമ്മെ പിഴപ്പിക്കാൻ അവന് സാധിച്ചിട്ടില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല അവനെ ചങ്ങലക്കിട്ട മാസമാണ്. എന്നാൽ അതിനൊക്കെയും അവൻ പകരം വീട്ടാനായിട്ട് ഈ പെരുന്നാൾ ദിവസം തന്നെ അവൻ ഇറങ്ങിത്തിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ പെരുന്നാൾ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഉണർത്താം. ഈ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ പെരുന്നാൾ ദിവസം നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരിക. എന്നാൽ ഒരിക്കലും ശൈത്താന് നിങ്ങളെ പിഴപ്പിക്കാൻ സാധിക്കില്ല. മാത്രമല്ല, ഒരുപാട് സുന്നത്തിൻ്റെ പ്രതിഫലവും അല്ലാഹു സുബ്ഹാനഹു തആലയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ്. ഈ ചെറിയ പെരുന്നാൾ ദിനത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും ഖൈറും ബറക്കത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
എല്ലാ മുത്തു മുഅ്മിനീങ്ങൾക്കും എൻ്റെ ഈദാശംസകൾ ഞാൻ നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅമാൽ. ഈദ് മുബാറക്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ പരിശുദ്ധമായ പെരുന്നാൾ ദിവസത്തിൽ നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിട പറഞ്ഞ വിശുദ്ധമായ റമളാനിൽ നമ്മൾ എന്തെല്ലാം അമലുകൾ ചെയ്തോ അതെല്ലാം അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ പെരുന്നാൾ ദിവസം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കുളിക്കുന്ന സമയത്ത് നമ്മൾ നിയ്യത്ത് വെച്ച് കുളിക്കുക. എന്നാൽ അതിൻ്റെ സുന്നത്ത് നമുക്ക് കിട്ടും. കുളിയുടെ സുന്നത്ത്, ചെറിയ പെരുന്നാളിൻ്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ച് നിങ്ങൾ കുളിക്കുക. രണ്ടാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുമ്പായിട്ട് ധാരാളം തക്ബീറിനെ അധികരിപ്പിക്കുക. കഴിയുന്ന പരമാവധി തക്ബീർ ചൊല്ലുക. നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നീട് ചൊല്ലിയാൽ പ്രതിഫലമുണ്ട്. എന്നാൽ നിസ്കാരം കഴിയാത്തതിന് മുമ്പാണ് നമ്മൾ ചൊല്ലേണ്ടത്. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു തആല പ്രതിഫലം നൽകുന്നത്. പിന്നീട് നമ്മൾ നേരത്തെ പള്ളിയിലേക്ക് പോകണം. പുരുഷന്മാർ നേരത്തെ പള്ളിയിലേക്ക് പോകണം. പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. വയറ് നിറയെ കഴിക്കണമെന്നില്ല. സുന്നത്ത് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പലഹാരമോ അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കഴിച്ചാൽ മതി. എന്നാൽ തന്നെ ആ സുന്നത്തിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടും. വീട്ടിലുള്ള സഹോദരിമാരും ഇതുപോലെ തന്നെ കേട്ടോ. ഉമ്മമാരൊക്കെ നിങ്ങൾ നിസ്കരിക്കുന്നതിന് മുമ്പായിട്ട് ലഘുവായിട്ട് എന്തെങ്കിലും ചായയോ കടിയോ എന്തെങ്കിലും കഴിച്ചിട്ട് നിസ്കരിക്കുക. അത് പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്. പിന്നീട് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ പള്ളിയിൽ നിന്നും പുറത്തു പോകരുത്. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ഉസ്താദ് ഖുതുബ ഓതും. ആ ഖുതുബ മുഴുവനും കേട്ടതിൻ്റെ ശേഷം മാത്രമേ പുരുഷന്മാർ പള്ളിയിൽ നിന്നും പുറത്തു പോകാൻ പാടുള്ളൂ. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഇമാമായിട്ടോ നിങ്ങൾ നിസ്കരിക്കുക. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഖുതുബയൊന്നുമില്ല. ശേഷം നിങ്ങൾക്ക് ദിക്ർ ചൊല്ലാം, സ്വലാത്തുകൾ ചൊല്ലാം, പരിശുദ്ധ ഖുർആൻ ഓതാം, യാസീൻ ഓതാം, മരണപ്പെട്ടു പോയവർക്ക് ദുആ ചെയ്യാം. ഇതൊക്കെ സ്ത്രീകൾ നിസ്കാരത്തിന് ശേഷം ചെയ്യുക. എന്നാൽ പുരുഷന്മാർ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടു പോയവരുണ്ടാവുമല്ലോ. മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവരുണ്ട്, ഭാര്യ മരണപ്പെട്ടു പോയവരുണ്ടാകും, സഹോദരിമാർ ഇങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടു പോയവരുടെ ഖബർ സിയാറത്ത് ഖൈറായ കാര്യമാണ്, സുന്നത്തായ കാര്യമാണ്. അത് പുരുഷന്മാർ മറക്കാതെ ഇന്ന് ചെയ്യുക. മാത്രമല്ല, നിങ്ങൾ ആ ദിവസം കഴിയുമെങ്കിൽ നിങ്ങൾ കഴിയുന്ന ഒരു സംഭാവന, ഒരു സ്വതക്ക നിങ്ങൾ പാവപ്പെട്ടവർക്ക് കൊടുക്കുക. പള്ളിയിൽ കൊടുക്കാം, പള്ളിയിലെ ഉസ്താദുമാർക്ക് കൊടുക്കാം. അവിടെ ബക്കറ്റ് പിരിവൊക്കെ ഉണ്ടാകും. അതിലൊക്കെ നമുക്ക് പണമിടാം, സ്വതക്കയായി കൊടുക്കാം. അതിനൊക്കെ വലിയ കൂലിയുള്ള കാര്യമാണ്. വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു തആല അതുകൊണ്ട് നമുക്ക് നൽകും. അതുപോലെ അന്നത്തെ ദിവസം നിങ്ങൾ മുഅ്മിനീങ്ങളായിട്ടുള്ള ആളുകളെ കാണുമ്പോഴും അമുസ്ലിങ്ങളെ കാണുമ്പോഴൊക്കെ നിങ്ങൾ പെരുന്നാൾ ആശംസ അറിയിക്കുക, സ്നേഹത്തോടു കൂടി പെരുമാറുക, കുടുംബബന്ധം ചേർക്കുക. പെരുന്നാൾ ദിവസം അല്ലാഹു സുബ്ഹാനഹു തആലയിൽ നിന്നും വലിയ കൂലി കിട്ടുന്ന ഒന്നാണ് കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത്. അതുകൊണ്ട് കുടുംബത്തിലൊക്കെ ഒന്ന് പോവുക. അതുപോലെ നിങ്ങളുടെ കുടുംബത്തിൽ വിശാലത ചെയ്യുക. അതായത് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ ഭാര്യയ്ക്ക്, മാതാപിതാക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുക്കുക. അന്നത്തെ ദിവസം നിങ്ങൾ അവർ പറയുന്നത് ചെയ്തു കൊടുക്കുക, അവരെ സന്തോഷിപ്പിക്കുക, അവരോട് സ്നേഹത്തോടു കൂടി പെരുമാറുക. കുടുംബത്തിലുള്ള എല്ലാവരും ചേർന്ന് ഉപ്പയും ഉമ്മയും ഭാര്യയും മക്കളും പേരക്കുട്ടികളും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, തമാശകൾ പറയുക, സ്നേഹം കൈമാറുക. ഇതൊക്കെയാണ് കുടുംബത്തിൽ വിശാലത ചെയ്യുക എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് പെരുന്നാൾ ദിവസം നമ്മൾ ചെയ്യേണ്ടത്. ഇതിനൊക്കെയും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് വലിയ പ്രതിഫലം നൽകും. അല്ലാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് ഇതൊക്കെ. അതുപോലെ വീട്ടിൽ വരുന്ന കുട്ടികൾക്കും വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെറിയ പൈസ അവർക്ക് കൊടുക്കുക, അതുപോലെ സ്വതക്ക കൊടുക്കുക. ഇതൊക്കെയും വലിയ കൂലിയുള്ള കാര്യമാണ്. പിന്നെ
പ്രധാനമായിട്ടും നമ്മൾ പെരുന്നാൾ ദിവസം എല്ലാ തെറ്റിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശൈത്താൻ നമ്മളെ തെറ്റിലേക്ക് കൊണ്ടുപോകാൻ കാത്തു നിൽക്കുകയായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പെരുന്നാൾ ദിവസം ധാരാളം ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഇങ്ങനെ കഴിയുന്നത്ര നിങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. എന്നാൽ ശൈത്താൻ്റെ ശല്യത്തിൽ നിന്ന്, പിശാചിൻ്റെ ശല്യങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കും. പെരുന്നാൾ ദിവസം കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പം യാത്ര പോകും, ടൂർ പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ പാർക്കിലും മറ്റ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ പോയി അവിടെ അടിച്ചു പൊളിക്കുമ്പോൾ അള്ളാഹുവിനെ മറക്കുന്ന ആളുകളുണ്ട്. അതായത് ളുഹർ നിസ്കാരമായിട്ടുണ്ടാകും, അത് കളായിട്ടുണ്ടാകും. ചില ആളുകൾ കളാവ് മാത്രമല്ല, നിസ്കരിക്കാൻ തന്നെ മറന്നു പോകും. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതൊക്കെയും ശൈത്താൻ്റെ കളിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ദിവസം ശൈത്താൻ്റെ ശല്യങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കാൻ ഇസ്തിഗ്ഫാറിനെ ധാരാളം അധികരിപ്പിക്കുക. അപ്പോൾ ഞാൻ വളരെ ചുരുക്കി പറഞ്ഞതാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പെരുന്നാൾ ദിവസം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇനി പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പെരുന്നാൾ ദിവസം നമ്മൾ ചൊല്ലേണ്ട 2 ദിക്റുകളുണ്ട്. എന്നാൽ ഈ പെരുന്നാൾ തിരക്കിനിടയിൽ സൃഷ്ടാവിനെ മറന്നുപോയി ഈ ദിക്ർ ചൊല്ലാൻ മറന്നുപോകുന്ന ആളുകൾക്ക് വലിയ നഷ്ടമാണ്, തീരാ നഷ്ടം എന്ന് തന്നെ പറയാം. ഈ ദിക്ർ പെരുന്നാൾ ദിവസം ചൊല്ലുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല വലിയ പ്രതിഫലമാണ് നൽകുന്നത്, വമ്പൻ പ്രതിഫലം. പെരുന്നാൾ ദിവസം ആരെങ്കിലും അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഈ ഒരു ദിക്ർ 100 പ്രാവശ്യം പറഞ്ഞാൽ അവൻ ജീവിതത്തിൽ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും, ഒരു തെറ്റും അവശേഷിക്കാതെ അവൻ്റെ സകല പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല അവനിക്ക് പുറത്തു കൊടുക്കുന്നതാണ്. മാത്രമല്ല, ഖിയാമത്ത് നാളിൻ്റെ ഭയാനകമായ ശിക്ഷയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല അവരെ രക്ഷപ്പെടുത്തുന്നതാണ്. മാത്രമല്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ദിക്ർ നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ഈ ഇസ്തിഗ്ഫാർ നിങ്ങൾ 100 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് പെരുന്നാൾ ദിവസം അല്ലാഹു സുബ്ഹാനഹു തആലയോട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എന്താണോ അള്ളാഹുവിനോട് ചോദിക്കുന്നത്, അത് ഹലാലാണെങ്കിൽ, അത് ഖൈറാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിറവേറ്റിത്തരുന്നതാണ്. മാത്രമല്ല പെരുന്നാൾ ദിവസം നിങ്ങൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന ഈ ദിക്ർ നിങ്ങൾ 300 വട്ടം ചൊല്ലുക. മാത്രമല്ല ഇത് നിങ്ങൾ 300 വട്ടം ചൊല്ലിയതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടപ്പെട്ട നിങ്ങളുടെ മാതാപിതാക്കൾ, മക്കൾ, ഭാര്യ, ആരൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടു പോയി അവരുടെ പേരിൽ നിങ്ങൾ ഹദിയ ചെയ്യുക. മുഅ്മിനീങ്ങളുടെ പേരിൽ ഹദിയ ചെയ്താൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവരുടെ ഖബറിൽ 1000 പ്രകാശം അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്നതാണ്. അവരുടെ ഖബർ അല്ലാഹു സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി നമുക്ക് പെരുന്നാൾ ദിവസം കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ് ഇത്. മാത്രമല്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ദിക്ർ നിങ്ങൾ 300 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ഹദിയ ചെയ്യുന്നുണ്ടല്ലോ മരണപ്പെട്ടു പോയവർക്ക്, അവർക്ക് മാത്രമല്ല അതിൻ്റെ പ്രതിഫലം കിട്ടുന്നത്, ചൊല്ലിയ നിങ്ങൾക്കും നിങ്ങൾ മരണപ്പെട്ടു പോയാൽ നിങ്ങളുടെ ഖബറിലേക്ക് 1000 പ്രകാശമായി ഈ ദിക്ർ നിങ്ങളുടെ ഖബറിലേക്കെത്തും. നിങ്ങളുടെ ഖബർ പ്രകാശിക്കും, നിങ്ങളുടെ ഖബർ സ്വർഗ്ഗ പൂന്തോപ്പാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ പരിശുദ്ധമായ ചെറിയ പെരുന്നാൾ ദിവസം ഞാൻ ഈ പറഞ്ഞു തരുന്ന ദിക്ർ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക, ചൊല്ലുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആലയോട് പറയുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റിത്തരും. മാത്രമല്ല 300 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന ആ ദിക്ർ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഹദിയ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ദിക്ർ സഹോദരിമാരോടാണ് പറയുന്നത്. നിങ്ങൾക്ക് മെൻസസ് ഉള്ള സമയത്തും ഈ ദിക്ർ ചൊല്ലാം.
അതുകൊണ്ട് ആരും മറന്നു പോകരുത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഈ പരിശുദ്ധമായ പെരുന്നാൾ ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. ജീവിതത്തിൽ സമാധാനം നൽകട്ടെ, ഐശ്വര്യം നൽകട്ടെ, ബറക്കത്ത് നൽകട്ടെ. ഈ ഹലോകത്തും അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും വിജയം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.